യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 22878 അന്ത്യോദയ എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരുന്നതാണ്. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള സന്ദേശമാണ്. നിങ്ങളിത് കാണണം, കേൾക്കണം, ഒടുവിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഓഫ് യുവർ ലൈഫ്. ഈ യാത്ര എന്ന് എപ്പോൾ ചെയ്യണം എന്ന് ദ ചോയ്സ് ഈസ് യുവേഴ്സ്. यात्रियों कृपया ध्यान दीजिए. അയ്യോ അയ്യോ ടിക്കറ്റ് 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 ചേട്ടാ ചേട്ടാ ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഞാനിതെവിടെയാ? കുതിരപ്പുറത്ത് രാവിലെ തമാശിക്കല്ലേ ചേട്ടാ. ഞാൻ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. ഞാനപ്പോഴേ ഈ ട്രെയിനിൽ കയറിയത്. ഇതേതാ ട്രെയിൻ? വന്ദേ ഭാരതാണോ? ഇതോ? ഇതാണ് അന്ത്യോദയ എക്സ്പ്രസ്. അപ്പോൾ ഈ ട്രെയിനിൽ കയറിയൊന്നും ഓർമ്മയില്ല അല്ലേ? ഇതേത് ട്രെയിൻ? സത്യമായിട്ട് ഓർമ്മയില്ല. വല്ലാത്ത ഹാങ് ഓവർ. ഇന്നലെ രാത്രി പാർട്ടി അല്പം ഓവറായിപ്പോയി. ഫ്രണ്ട്സ് കയറ്റി വിട്ടതായിരിക്കും. പക്ഷെ ടിക്കറ്റ് അത് സാരമില്ല, ഞങ്ങൾക്ക് ഫേസ് ഐ ഡി മതി. ആളിത് തന്നെ, അല്ലേലും ഞങ്ങൾക്ക് തെറ്റാറില്ല. ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. ഷോ, വീട്ടിലേക്കൊന്ന് വിളിക്കണം. പിള്ളേർ എണീറ്റിട്ടുണ്ടാവോ? ഇനി അങ്ങോട്ട് എന്നും ദ സബ്സ്ക്രൈബർ യു ഓൾ ഡയൽ ഈസ് ഔട്ട് ഓഫ് റേഞ്ച് ഫോർ എവർ. അല്ല, അപ്പം നിങ്ങളുടെയൊക്കെ ടിക്കറ്റ്? അയ്യോ ഞങ്ങളെല്ലാം അയാളുടെ കൂടെയാ. എന്ത്? നിങ്ങളൊക്കെ ആരാ? സാറേ, ഈ അമ്മൂമ്മമാരെയൊന്നും എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഇവരൊന്നും കണ്ടിട്ട് പോലുമില്ല. കേട്ടില്ലേ? അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല, അനുദിനം ഉള്ളിൽ നിറയും ആദികളും വ്യാധികളും അറിയുന്നില്ല. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോഴാ ഒരു പാട്ട്. എണീറ്റ് പോവാൻ മച്ചി, നല്ല വിശപ്പ്. സാറേ, ഇതിൽ പാൻട്രി ഉണ്ടോ? ഉണ്ടല്ലോ, എന്ത് വേണേലും കിട്ടും. ഈ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആണോ? എങ്കിൽ പിസയോ ബർഗറോ കിട്ടുമോ? വേണ്ട വേണ്ട വേണ്ട. കിട്ടുമല്ലോ, ഇപ്പം ശരിയാക്കി തരാം. ആഹാ, എങ്കിൽ 2 ലിറ്റർ പെപ്സിയും കൂടി ആവാലോ. വേറെ എന്തെങ്കിലും? അയ്യോ, അരുതേ അരുതേ അരുതേ. എങ്കിൽ ഒരു വിൽസും കൂടി. ഒന്നായിട്ടെന്തിനാ, ഒരു പാക്കറ്റ് തന്നെ ആയിക്കോട്ടെ. അയ്യോ അയ്യോ, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ. ഇത് വലിയ ശല്യമായല്ലോ. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എടോ, അവർക്ക് അത്ര പ്രായമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര പ്രായമായി? 32. അപ്പം നിങ്ങൾക്കൊക്കെയോ?
32 ഉള്ളി 32. പിന്നെ നോണ, ഇതെല്ലാം 90 കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ. താമസിയാതെ പത്രത്തിൽ കൊടുക്കാനുള്ളതാ. ആ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ, താൻ ഇന്നത്തെ പത്രം കണ്ടായിരുന്നു? ഇല്ല, കണ്ണ് തുറന്നപ്പോഴേ ഈ ട്രെയിൻ്റെ അകത്താ. നാശം, ഒന്ന് വീട്ടിലേക്ക് വിളിക്കാനും പറ്റുന്നില്ല. ആ എങ്കിൽ ഇന്നത്തെ പത്രം കാണിച്ചു തരാം, ഒന്ന് കാണേണ്ടത് തന്നെയാ. എൻ്റെ പടം ബിസിനസ് മാൻ ഓഫ് ദി ഇയർ ആയിരിക്കും. ഓ, എനിക്കറിയായിരുന്നു. ഓ, ഇനി ഫോർബ്സ് ലിസ്റ്റ്, ഫോർച്യൂൺ മാഗസീൻ. ഓ, എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ആ പത്രം ഒന്ന് തിരിച്ചു നോക്കി ആ വാർത്ത ഒന്ന് വായിച്ചേ. വാട്ട്? ഒബിച്ചറിയോ? എന്റെയോ? വാട്ട് നോൺസെൻസ് ദിസ്? ഏത് പത്രമായത്? ഐ കുഡ് സൂ ദിസ് ഫെലോസ്. ആ പത്രത്തിൽ എഴുതിയത് സത്യമാണ് സുഹൃത്തെ. നിങ്ങൾ ഇന്നലെ രാത്രി അന്തരിച്ചു. ഇത് കാലപുരിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര, അവസാനത്തെ യാത്ര. അയ്യോ അയ്യോ, അരുതേ, എനിക്ക് ജീവിച്ച് കൊതി തരുന്നില്ല. അരുതേ, എനിക്ക് എൻ്റെ മക്കളെ കാണണം. ഇതാ ഇതാ എൻ്റെ മക്കൾ, എൻ്റെ കരളെ, എൻ്റെ ചങ്കേ. ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. ഹാ, എന്തിനാ വിളിച്ചേ? ഇതാരാ? കരളെ ചങ്കേന്ന് വിളിച്ചപ്പോൾ അവർ വന്നതാ. ഞെട്ടണ്ട, ഇവരൊക്കെ നിന്റെ അവയവങ്ങളാണ്, യുവർ ഇന്റേണൽ ഓർഗൻസ്. ഇത് കരൾ, ഇത് ഹൃദയം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിന്റെ അവസാനത്തെ യാത്രയാണ്, യുവർ ഫൈനൽ ജേണി. ഈ യാത്രയിൽ നിന്റെ ഇന്റേണൽ ഓർഗൻസിന് നിന്റെ ബോഡി വിട്ട് പുറത്തു വരാം. അവരുടെ ജോലി തീർന്നു. ഇനി നിനക്ക് ഇവരുടെയോ ഇവർക്ക് നിന്റെയോ ആവശ്യമില്ല. ഇവരൊക്കെയോ? ഈ ജരാനരകൾ ബാധിച്ച് എണീറ്റ് പോലും നടക്കാൻ ത്രാണിയില്ലാത്ത ഇവരൊക്കെയാണോ എൻ്റെ ഇന്റേണൽ ഓർഗൻസ്? അൺബിലീവബിൾ. ഐ ആം ഓൺലി 32, യു നോ. ആബ്സല്യൂട്ട്ലി, only 32 years. പക്ഷേ നിനക്ക് വേണ്ടി രാപകലില്ലാതെ പണിയെടുത്ത് ഇവരൊക്കെ ഈ കോലത്തിലായി. എന്നെങ്കിലും ഇവരുടെ കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഇവരുടെ ആരോഗ്യത്തിനായി ഒരു നിമിഷം നീക്കി വെച്ചിട്ടുണ്ടോ? അറിയോ, നിനക്ക് ചെറുപ്പം പുറമേ മാത്രമായിരുന്നു, ഉള്ളിലെ ആരോഗ്യം നീ എന്നേ നശിപ്പിച്ചു. ഇതാരാ? നിന്റെ ഹൃദയം, ഹാർട്ട്. നിന്റെയൊക്കെ ഭാഷയെ പറഞ്ഞ ചങ്സ്. സംസാരിക്കാൻ കിതപ്പ, വയ്യ. പക്ഷേ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാ കുഴപ്പം. ഒരു 10 ചുവട് നടക്കത്തില്ല, എക്സസൈസ് ഇല്ല, ലിഫ്റ്റിലേ പോകൂ, പടി കയറത്തില്ല, TV മൊബൈലും നോക്കി ചടങ്ങിരുന്നോളും. ഒബീസിറ്റി, പൊണ്ണത്തടി, ഈ പാണ്ടി ലോറി പോലത്തെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്ത് ഞാൻ മടുത്തു, വയ്യാണ്ടായി. അതുകൊണ്ട് ഇന്നലെ പണി നിർത്തി. 32-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക്. കഷ്ടം. എനിക്കറിയില്ലായിരുന്നു. മാപ്പ്, മാപ്പ്. ഇതാരാ? നീ FB-യിലും ഇൻസ്റ്റയിലും ഒക്കെ പലരോടും പോസ്റ്റാറുണ്ടല്ലോ എന്റെ കരളേ എന്ന്. ദാ കണ്ടോ, ഞാൻ ആ ഒറിജിനൽ ലിവർ. വെരി സോറി. സമസ്ത അപരാധങ്ങളും പൊറുക്കാൻ പറ്റില്ല. അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നമ്മൾ തമ്മിൽ വല്ല വിരോധം ഉണ്ടായിരുന്നു? എന്നാ തീറ്റയും കൂടിയായിരുന്നു. കുപ്പിക്കണക്കിന് ബിയറും കള്ളും വിസ്കിയും ഒക്കെ വീശുമ്പോ ഓർക്കണായിരുന്നു. ഇതിന്റെയൊക്കെ വിഷം കഴുകിക്കളയാൻ അകത്ത് ബംഗാളിയൊന്നുമില്ല, ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്ഷണമൊക്കെ ഞാൻ വലുതായിട്ട്. ഓ, തിന്നുന്നതൊക്കെ ജങ്ക് ഫുഡ്. രാവിലെ ഞങ്ങൾക്കല്പ എനർജി വേണ്ടപ്പോ താൻ ഒന്നും തിന്നൂല. ഉച്ച കഴിയുമ്പോ ദാ വരുന്നു ബ്രഞ്ച്, ഫ്രഞ്ച് ഫ്രൈസും കുടലൊട്ടി ഫ്രൈഡ് ചിക്കനും. അതൊന്ന് തേച്ചു കഴുകി തീരാറാകുമ്പോ ദാ വരുന്നു പിസ്സ, ബർഗർ, അൽഫാം. എന്നതാണോ ഇത്? സീരിയൽസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ ഒരു മരുന്നിനെങ്കിലും വല്ലപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചുകൂടായിരുന്നു? അങ്ങനെ ഈ ചെറു പ്രായത്തിൽ എനിക്ക് ഫാറ്റി ലിവറായി.
സിറോസിസ് ആയി. നീ അറിഞ്ഞു കാണില്ല, എൻ്റെ ദേ ഈ മൂലയ്ക്ക് ഇത്തിരി ക്യാൻസറും തുടങ്ങിയിരുന്നു. ആ, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആയിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഞാൻ ഊഹിച്ചു. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ് അല്ലേ? അവിടെ വരെ എണീറ്റ് വരാൻ പറ്റിയായിരുന്നേ നിന്റെ കരണം കുറ്റി നോക്കി ഒന്ന് തന്നേനെ. എത്ര സിഗരറ്റാടാ ദിവസവും വലിച്ചു തള്ളി. വല്ല കണക്കുമുണ്ടോ? ആ പരസ്യത്തിൽ പറയുന്ന എല്ലാ അസുഖവും നീ എനിക്ക് തന്നു. ആസ്മ, എംബസൈമ, ലങ് ക്യാൻസർ വരെ. പണ്ട് സിനിമയിൽ ചോദിച്ച പോലെ നീയൊക്കെ എന്തിനാ പഠിക്കണേ? എന്തായാലും ഇപ്പൊ തീർന്നല്ലോ അഹങ്കാരം. തൻ്റെ കിഡ്നിക്കും വയറിനും ഓറൽ ക്യാവിറ്റിക്കും ഒക്കെ പറയാനുണ്ട്. അവരെ വിളിക്കണോ? മാപ്പ്, മാപ്പ്, എല്ലാവരോടും മാപ്പ്. എൻ്റെ ഈ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളെല്ലാം രോഗികളാക്കി മാറ്റി. 1000 മാപ്പ്. സാറേ, എനിക്ക് മരിക്കണ്ട. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. എനിക്കെൻ്റെ മക്കളെ വളർത്തി വലുതാക്കണം. പ്രായമായ അച്ഛനും അമ്മയും നോക്കണം. എനിക്ക് ഒരവസരം കൂടി തരുമോ? എൻ്റെ തെറ്റുകൾ തിരുത്താൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരവസരം കൂടി പ്ലീസ്. ഇടോ, നമ്മുടെ നടി പറഞ്ഞ പോലെ ഈ ഓർഗൻസൊക്കെ എടുത്ത് കഴുകി തിരിച്ചു വെച്ചാൽ മാറുന്ന അസുഖങ്ങളൊന്നും അല്ല തനിക്കുള്ളത്. ആ, ഇനി നിങ്ങൾ പറയൂ, ഇവന് ഒരവസരം കൂടി കൊടുക്കണോ? എന്നോട് കരുണ കാട്ടണം പ്ലീസ്. ഞാനിനി ചിട്ടയോടെ ജീവിച്ചോളാം. ഇനി സിഗരറ്റ് വലിക്കരുത്, പാൻ മസാല ചവയ്ക്കരുത്, ഒരു പിടി പോലും വലിക്കരുത്. ഇല്ല ഇല്ല, ഒരു ബീഡിക്കുറ്റി പോലും വലിക്കില്ല. സത്യം, സത്യം. മദ്യം തുടരുത്, ബിയർ പോലും തുടരുത്, ജങ്ക് ഫുഡ്സ് കഴിക്കേ അരുത്. ലഹരി ഇനി ഇല്ല, ജങ്ക് ഫുഡ്സും ഇല്ല. ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാം, സമയത്ത് തന്നെ കഴിക്കാം. എന്നാലും ഈ പാണ്ടി ലോറിയിലോട്ട് രക്തം പമ്പ് ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ തടി കുറച്ചോളാം. ഐ വിൽ ഗെറ്റ് ബാക്ക് ഇൻ ഷേപ്പ്. സത്യമായിട്ടും റെഗുലർ എക്സസൈസ് ചെയ്തോളാം. ഐ പ്രോമിസ് ഐ വിൽ നോ ലോnger ടേക്ക് മൈ ഹെൽത്ത് ഫോർ ഗ്രാൻറ്റഡ് അപ്പോൺ ഗോഡ്. എങ്കിൽ നമുക്ക് ഒരവസരം കൂടി കൊടുത്തേക്കാം. ഞങ്ങളെ കൊണ്ട് ഇനി പണി മുടക്കിക്കരുത്. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. റെഗുലർ ചെക്കപ്പ് ചെയ്തോളാം. ഐ സ്വയർ. എടോ, അന്ത്യം അടുക്കുമ്പോൾ പലർക്കും ബോധോദയം വരുന്നത് ഈ യാത്രയിലാണ്. അതാണ് ഈ അന്ത്യോദയ എക്സ്പ്രസ്. മാപ്പാക്കണം, എന്നോട് കരുണ കാട്ടണം. ഇനി ഞാൻ തെറ്റാവർത്തിക്കില്ല. മാപ്പ്. എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. മാപ്പ്, മാപ്പ്. പക്ഷേ തന്നെ തിരിച്ചുവിട്ടാൽ എൻ്റെ കണക്ക് തെറ്റുമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക? തിരിച്ച് വിട്ടാലോ വിട്ടില്ലെങ്കിലോ പകരം എന്താ ചെയ്യുക? അളിയ, അളിയ, നീ ഇവിടെ ഇരുന്ന് ഇപ്പോഴേ ഇറങ്ങിയോ? എണീക്ക്. എന്നെ കൊണ്ടുപോകല്ലേ പ്ലീസ്. മാപ്പ്, മാപ്പ്. എന്ത് മാപ്പ്? നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? ഡേ, അവിടെ 2 പെഗ് ബാക്കിയുണ്ട്, 2 ബർഗറും ഉണ്ട്. ഇപ്പം ചെന്നാൽ കിട്ടും. ഇല്ലേ അവന്മാർ ഇപ്പം തീർക്കും. ഞാനില്ല, ഞാൻ ഇനി ഇത് കൈകൊണ്ട് തൊടില്ല. എനിക്ക് മരിക്കണ്ട. എനിക്ക് എൻ്റെ മക്കളെ കാണണം. എൻ്റെ മക്കളെ കാണണം. എനിക്ക് ജീവിക്കണം. എനിക്ക് എൻ്റെ മക്കളെ കാണണം. എടേ, മക്കളൊക്കെ എന്നാ ഉണ്ടായത്? നമ്മളല്ലേ ആദ്യം ഉണ്ടായത്. ഞാൻ ഫിറ്റാണോ അതോ ഞാൻ ഫിറ്റാണോ? എല്ലാവരും ഫിറ്റ്. ആർക്കറിയാം? അയ്യോ, അയ്യോ. ടിക്കറ്റ് 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 ടിക്കറ്റ്. ചേട്ടാ ചേട്ടാ, ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ.